ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എജിപോട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസാണ്. യെസ്, അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ +2കാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം അത് മാത്രമല്ല, ഇനി +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള, അതായത് എപ്പോഴും എഴുതേണ്ട ആവശ്യം വരുന്ന ഒരു സംഗതി കൂടിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. യെസ്, അപ്പൊ അതിന് എന്താണെടാ, നമ്മുടെ ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ അല്ലെ. റെസ്യൂമേയും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെറ്ററുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനെങ്കിൽ അത് കമന്റ് ആയിട്ടും പറയാം കേട്ടോ. യെസ്, അപ്പൊ നോക്കിടാ, ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ അല്ലെ. അപ്പൊ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്വിയസ്ലി ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് മെയിൻലി 2 പാർട്സ് ആണ് വരിക. നിങ്ങൾക്കെടാ ഇതിന്റെ ഫോർമാറ്റ് കൃത്യമായി കിട്ടിയാൽ തന്നെ ആ 8 മാർക്കിലൊരു 5-6 മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഫോർമാറ്റ് മാത്രം ശരിയായി കഴിഞ്ഞാൽ കേട്ടോ, ഫോർമാറ്റ് മാത്രം ശരിയായി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് എന്നുള്ളത്. ഫോർമാറ്റ് തന്നെ കൃത്യമായി കഴിഞ്ഞാൽ അത്രയും കൂടുതൽ മാർക്കാണ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ അതിനകത്തുള്ള കോണ്ടന്റ് നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്കിൽ 8 ഇത്രയും സിമ്പിൾ ആയിട്ട് കിട്ടുന്ന വേറെ ഒരൊറ്റ ഡിസ്കോഴ്സും ഇല്ല. അപ്പൊ നോക്കിയടാ, ഒന്നാമത്തത് ഒരു കവർ ലെറ്റർ ആണല്ലേ, അതായത് ആ ആപ്ലിക്കേഷൻ ലെറ്റർ, അതിന് തന്നെ വേറെ പേരാണ് കവർ ലെറ്റർ എന്നുള്ളത്. പിന്നെ CV അല്ലെങ്കിൽ കരിക്കുലം വിറ്റേ അല്ലെങ്കിൽ റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ എവിടെയാണ് ജോലി ചെയ്തത്, ആ കമ്പനി നമ്മൾ എന്തുകൊണ്ട് ഹയർ ചെയ്യണം, നമ്മളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഗുണം, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന CV-നകത്ത്. അപ്പൊ നോക്കിയടാ, ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മുടെ ആ ഒരു ലെറ്റർ, നമ്മുടെ ഏത് കവർ ലെറ്റർ കേട്ടോ, അതായത് ഞാൻ ഇന്ന ജോലിക്ക് നിങ്ങളുടെ പരസ്യം കണ്ടു, ആ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, ഈ ലെറ്ററിന്റെ കൂടെ ഞാൻ എൻ്റെ റെസ്യൂമേയും കൂടെ വെക്കുന്നുണ്ട്, അപ്പൊ അതൊന്ന് പരിഗണിക്കണം എന്ന് പറയുന്ന ആ ഒരു കത്താണ് കേട്ടോ. നോക്കിയടാ, അപ്പം എന്ത് ലെറ്റർ എഴുതുകയാണെങ്കിലും മക്കളെ, ഇനിയിപ്പം റെസ്യൂമേ അതായത് കവർ ലെറ്റർ ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു എഡിറ്റർക്കുള്ള ലെറ്റർ ആയിക്കോട്ടെ, എന്തോ ലെറ്റർ ആയിക്കോട്ടെ, എന്തായാലും ആദ്യം നിങ്ങളുടെ അഡ്രസ്സ് വേണം എഴുതാനായിട്ട്. ഓക്കെ, പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമ്മളെ മുന്നിലേക്ക് വെക്കുക, ഫസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് തരും എന്താണ്, എവിടേക്കാണ് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അതിനനുസരിച്ചിട്ട് ആ എംപ്ലോയേഴ്സ് നെയിം ഒക്കെ നോക്കിയിട്ട് എഴുതാം കേട്ടോ. നെക്സ്റ്റ് സബ്ജക്ട് കൊടുക്കടാ. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ്, എന്ത് പോസ്റ്റ് ആണോ, മാനേജർ ആണോ, അക്കൗണ്ടന്റ് ആണോ, അല്ലെങ്കിൽ എന്ത് പോസ്റ്റിന്, ടീച്ചർ ആണോ, എന്ത് പോസ്റ്റിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന പോസ്റ്റ് ഇല്ലേ, അതെന്താണോ അത് എഴുതുക. ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്താ, ഒരു യെസ് ടീച്ചർ ആയിക്കോട്ടെ, യെസ് ടീച്ചർ അല്ലെങ്കിൽ ട്യൂട്ടർ. ഓക്കെ, എജുപോർട്ടിൽ നിങ്ങൾ ട്യൂട്ടറോ ടീച്ചറോ ആയിട്ട് കയറാൻ പോവാണെന്ന് വിചാരിക്കുക. യെസ്, അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ആവട്ടെ. ഡിയർ HR മാനേജർ. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ HR മാനേജറിന്റെ പേരറിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിയർ HR എന്ന് എഴുതിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ ആക്കിയിട്ട് എഴുതാം. വെറുതെ ഡിയർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാനേജർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡിയർ HR എന്ന് എഴുതിയാൽ തന്നെ മതിയാവും കേട്ടോ. നെക്സ്റ്റ് നോക്കിയിട്ടാ, ഇനി നമ്മുടെ ആ ഫോർമാറ്റ് ഏത് ലെറ്ററിനും ഇടാൻ പറ്റിയ ഫോർമാറ്റ് ആണ്. ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഇൻട്രസ്റ്റ് ഇൻ, ഏതാണോ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ അല്ലേ, ഇൻ ദ പോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ഇൻ ദ പൊസിഷൻ ഓഫ്, എന്ത് യെസ് നിങ്ങളുടെ ജോബ് ടൈറ്റിൽ കേട്ടോ, ഇൻ ദ ടീച്ചേഴ്സ് പൊസിഷൻ അല്ലെ, ഇൻ ദ എന്താ പറയാ, യെസ് എന്താണോ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ, ട്യൂട്ടർ ആണെങ്കിൽ ട്യൂട്ടർ കൊടുക്കുക. യെസ്, പൊസിഷൻ അറ്റ് ഏതാ, എജുപോർട്ട് ആണെങ്കിൽ എജുപോർട്ട് എടുക്കുക അല്ലെ. യെസ്, എജുപോർട്ട് ആസ് അഡ്വർടൈസ്, നിങ്ങൾ പരസ്യം കൊടുത്ത പോലെ ഞങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. വിത്ത് മൈ ബാക്ക്ഗ്രൗണ്ട് ഇൻ, എന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സ്കില്ലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എക്സ്പീരിയൻസ്, നിങ്ങൾ മുന്നേ എവിടെയെങ്കിലും വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ ആയിട്ട് എഴുതാം, നിങ്ങൾക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ഐ ബിലീവ് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു യുവർ ടീം, എനിക്ക് എന്താണ് നിങ്ങളുടെ ടീമിലേക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉറപ്പാണ്. ഐ ഹോൾഡ് ഡാഷ്, അതായത് എന്ത്, ഐ ഹോൾഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് എഴുതിക്കോടാ. മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ MAയോ അല്ലെങ്കിൽ MSc MCOM-നെയാണ് നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് പറയട്ടെ. അപ്പൊ നല്ലൊരു ക്വാളിഫിക്കേഷൻ ആണല്ലോ അത്. ഐ ഹോൾഡ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം ഏതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് നല്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്റെ പേര് കൊടുക്കാം. ആൻഡ് ഐ ഹാവ് ഗെയിൻഡ് വാല്യുബിൾ എക്സ്പീരിയൻസ് ഇൻ, എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ്, ടീച്ചിങ്ങിലാണോ അല്ലെങ്കിൽ എന്തിനാണോ എക്സ്പീരിയൻസ് അത് കൊടുക്കാം. ദെൻ മൈ സ്കിൽസ്, ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും സ്കില്ല് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് നല്ല ഇന്റർപേഴ്സണൽ സ്കില്ല് അല്ലെങ്കിൽ നല്ല ലീഡർഷിപ്പ് സ്കില്ല് അതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക.
align well with the requirement of this role അല്ലെ my skills in teaching അല്ലെ എൻ്റെ ടീച്ചിങ്ങിലുള്ള എൻ്റെ സ്കിൽസ് align well with the requirement of this role. അപ്പൊ ഈ റോളിന് ഏറ്റവും നല്ല കൃത്യമായിട്ട് എൻ്റെ ആ ഒരു സ്കിൽ അതിനകത്തുണ്ട്. എൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യാ, ഞാൻ എൻ്റെ CV കൂടെ അത് എഴുതണം കേട്ടോ. CV കൂടെ കൊടുത്തിട്ടുണ്ടെന്നുള്ള എഴുതണം. എങ്ങനെയാണ്, I have attached my CV for your review അല്ലെ, ഞാൻ എൻ്റെ CVയും കൂടെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. I would welcome the opportunity to discuss how my skills and experience make a great fit for your company. I would welcome the opportunity, അതായത് എന്നെ ഇന്റർവ്യൂവിന് വിളിക്കണം എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, I would welcome the opportunity, എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ സന്തോഷത്തോടെ കൈ നീട്ടി സ്വീകരിക്കും. ഡിസ്കസ് ഹൗ മൈ സ്കിൽസ്, എൻ്റെ സ്കിൽസും എൻ്റെ എക്സ്പീരിയൻസും നിങ്ങളുടെ കമ്പനിക്ക് എത്രത്തോളം ഗുണമാക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എന്നെ വിളിക്കണം, എന്നെ ഒരു ഇന്റർവ്യൂ വെക്കണം എന്നാണ് കേട്ടോ. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ, നിങ്ങളുടെ സമയത്തിനും കൺസിഡറേഷനും നന്ദി. എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതുക. ഇത്രയും മതിയടാ, ഫോർമാറ്റ് ഇത്രയും വരുന്നുള്ളൂ. എന്തിന്റെ, നമ്മുടെ കവർ ലെറ്ററിന്റെ കേട്ടോ. ഇനി റെസ്യൂമേ, അതായത് നമ്മുടെ CV-ന്റെ ഫോർമാറ്റ് നോക്കിയടാ. യെസ്, CV-ന്റെ ഫോർമാറ്റ് എങ്ങനെയാ, ആദ്യം മിസ് പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അഡ്രസ്സ് വേണം ആദ്യം എഴുതാനായിട്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇങ്ങനെ എഴുതിക്കോളൂ, അതായത് നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ ഒറ്റ വരിയിൽ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, എടാ നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റെസ്യൂമേ ഒക്കെ എഴുതുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരയ്ക്കുക കേട്ടോ. അപ്പൊ കാണാനൊരു വൃത്തിയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക. വേണമെങ്കിൽ ഇതിന് ശേഷം എന്താ, ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡോട്ടഡ് ബോക്സ് വരയ്ക്കാം. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, വൈ ആർ യു ഹിയർ, അല്ലെങ്കിൽ വൈ ആർ യു ഗോയിങ് ടു ബി ഹിയർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജോലി ചൂസ് ചെയ്യുന്നത്, അതാണ് അവിടെ ഒബ്ജക്റ്റീവിൽ എഴുതേണ്ടത് കേട്ടോ. ഒരു 2-3 ലൈൻ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് യുവർ കരിയർ ഗോൾസ് ആൻഡ് വൈ യു ആർ അപ്ലൈയിങ് ദ ജോബ്, എന്തിനാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് തരാൻ മതി. ദെൻ അടുത്തത് എഡ്യൂക്കേഷൻ. മക്കളെ, എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും ഹയസ്റ്റ് എന്താണോ അത് വേണം ഏറ്റവും മേലെ എഴുതാനായിട്ട്. നിങ്ങളിപ്പോൾ ഒരു MA കഴിഞ്ഞ ആളാണ്, ഇപ്പം മിസ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പം MA പഠിച്ചിട്ടുണ്ട്, പിന്നെ B.Ed പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ BA പഠിച്ചിട്ടുണ്ട് അല്ലെ, +2 പഠിച്ചിട്ടുണ്ട്. യെസ്, എവിടെ +2 പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ SSLC പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യും, ആദ്യം ഞാൻ SSLC പഠിച്ചു എന്നാൽ മേലെ SSLC എഴുതാം. തെറ്റാണ്, അങ്ങനെ എഴുതരുത്. ഇപ്പൊ ഇത്രയും സാധനങ്ങളിലെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MA ആണ്. അപ്പൊ ഞാൻ ആദ്യം കൊണ്ടുപോയിട്ട് MA എഴുതും. സെക്കൻഡ് എനിക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ B.Ed ആണ്. അപ്പൊ ഇത് ഞാൻ സെക്കൻഡ് എഴുതും. പിന്നെ മൂന്നാമത്തത് B.Ed, BA, അപ്പൊ അത് മൂന്നാമത്തെ എഴുതും. നെക്സ്റ്റ് വരുന്നതാണ് +2, അപ്പം +2 എഴുതും. പിന്നെ SSLC എഴുതും. അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഒരു ഓർഡർ എങ്ങനെയാ, ഞാൻ എഴുതി വരുമ്പോ എങ്ങനെയാ ഉണ്ടാവുക നോക്കിയടാ. MA അല്ലെ, MA, എന്നിട്ട് അതിന്റെ ഒരു പെർസെന്റേജ് വേണമെങ്കിൽ എത്രയാ, യെസ് ഒരു 73% ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ദെൻ നെക്സ്റ്റ് B.Ed ആണെന്നുണ്ടെങ്കിൽ എന്താണ്, യെസ് 86%, യെസ് അത് കൊടുക്കാം. പിന്നെ BA ആണെന്നുണ്ടെങ്കിൽ ഒരു 80%. പിന്നെ എത്രയാണോ നമ്മുടെ +2 അല്ലെ, +2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്, SLC ആണെങ്കിൽ അതിന്റെ പെർസെന്റേജ്, ഇങ്ങനെ എഴുതിയിട്ട് അതായത് SSLC ഇതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഇങ്ങനെ വേണം നമ്മൾ പെർസെന്റേജ് കൊടുക്കാനായിട്ട് കേട്ടോ. യെസ്, ദെൻ നെക്സ്റ്റ് വർക്ക് എക്സ്പീരിയൻസ്. നമ്മൾ മുന്നേ എവിടെയെങ്കിലും വർക്ക് ചെയ്തു എന്ന് ആ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഇനി നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷർ ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. പിന്നെ യെസ്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെന്നാണെങ്കിൽ അതിന്റെ പ്രീവിയസ് ജോബ് ടൈറ്റിൽ ഒക്കെ കൊടുക്കുക. പിന്നെ സ്കിൽസിന്റെ അകത്ത് ആ ജോലിക്ക് അത്യാവശ്യം വേണ്ട സ്കിൽ എന്താണോ, ഇപ്പൊ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ ടൈപ്പ് ജോബിനാണ്, നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ ഒരു എന്താ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ടീച്ചിങ്ങിന്റെ സ്കില്ല് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കില്ലും നമ്മളുടെ ടീച്ചിങ് സ്കില്ലും രണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഏതാണോ ജോലി അതിനനുസരിച്ചിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് ജോലിയാണെന്നുള്ളത്. ആ ജോലിക്ക് അനുസരിച്ചുള്ള സ്കില്ല് കൊടുക്കുക. ലാസ്റ്റ് സർട്ടിഫിക്കേഷൻ ഓർ ട്രെയിനിങ്, അതായത് അതിനെക്കുറിച്ച് അല്ലേ, അതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരട്ടെ. എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ, ഇപ്പൊ ടീച്ചിങ് ജോബ് ആണെന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം, കുറച്ചെണ്ണം പറഞ്ഞുതരാം. യെസ് എടാ, സെറ്റ്, കേട്ടറ്റ്, അതേപോലെ തന്നെ പിന്നെ യെസ് കേട്ടറ്റ്, പിന്നെ നെറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ടീച്ചിങ് ജോബ്സിന് എഴുതാൻ പറ്റിയ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ടീച്ചിങ് ജോബ്സിന് എഴുതാൻ പറ്റിയ ഒരു എന്താ പറയാ, യെസ് നമ്മുടെ ഒരു കുറച്ച് എക്സാംസ് ആണ്, നമ്മൾ ക്വാളിഫയിങ് എക്സാംസ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ വേണമെങ്കിൽ എഴുതാം. ലാസ്റ്റ്
ഇത് ടീച്ചിങ് ജോബ്സിനാണെങ്കിൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ, എല്ലാത്തിനും പറ്റില്ല. നെക്സ്റ്റ് ലാസ്റ്റ് റെഫറൻസ് എഴുതുക. എന്താണ് ഈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ പഠിച്ച കോളേജ്, ഓക്കെ, നിങ്ങൾ പഠിച്ച ഒരു കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിലെ ടീച്ചറാണ് നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് റെഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, ഇനിയിപ്പോ ഈ റെഫറൻസിന്റെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ടീച്ചറിന്റെ അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിലെ മാനേജറാണ്, അവരുടെയൊക്കെ പേര് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ റെഫറൻസ് കൊടുക്കുന്ന ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് ഈ നിങ്ങൾ പുതിയതായിട്ട് ഹയർ ചെയ്യുന്ന കമ്പനിക്ക് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഹയർ ചെയ്താൽ വല്ല ഗുണമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരെ എന്താ പറയാ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അവിടെ തൽക്കാലം അവരുടെ പേരും അഡ്രസ്സും ഒന്നും എഴുതണ്ട, റെഫറൻസസ് അവൈലബിൾ അപ്പോൺ റിക്വസ്റ്റ് എന്ന് എഴുതിയാൽ മതി. അതായത് എന്തെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ തരാമെന്നുള്ള പോലെ എഴുതിയാൽ മതി കേട്ടോ. യെസ്, അപ്പം ഇത്രയുള്ളൂടാ നമ്മളുടെ ഒരു സി വിന്റെ ഒരു ഫോർമാറ്റ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സി വി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ഇതിന്റെ സി വിന്റെ ഫോർമാറ്റ് ആണല്ലോ നിങ്ങൾ തപ്പി കഷ്ടപ്പെടുന്നുണ്ടാവുക, എങ്ങനെയാണ് ഒരു ഫോർമാറ്റ് ഇടാന്നുള്ളത്. യെസ്, അപ്പൊ ആ ഫോർമാറ്റ് കിട്ടിയില്ലേ, സന്തോഷമായില്ലേ? ഇനി നിങ്ങൾ വേഗം പോയി ഇത് പഠിച്ചോ. ആ 8 മാർക്ക് നിങ്ങൾ സെറ്റ് ആണടാ, അത് വേഗം എഴുതിയെടുത്തോ. ഓക്കെടാ, ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ബൈ.